നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി. ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച വിഷയങ്ങൾ സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്തതാണ്. ആ ചർച്ചകൾ എന്തൊക്കെയെന്നും അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നും നമുക്ക് നോക്കാം. നിലമ്പൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ADGP MR അജിത് കുമാറിനും മലപ്പുറം മുൻ SP സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങളുമായി PV അൻവർ രംഗത്ത് വന്നപ്പോഴൊന്നും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. എന്നാൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും നീണ്ടതോടെയാണ് PV അൻവറിന്റെ രാജിക്കും അതുവഴി ഒരു ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങിയത്. അന്നുവരെ ദൈവത്തെ പോലെ കണ്ട പിണറായി വിജയൻ പിന്നീട് അൻവറിന്റെ ഒന്നാം നമ്പർ ശത്രുവായി. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ അൻവർ പോരാടാൻ ഉറച്ചു. MLA സ്ഥാനം രാജിവെച്ചിറങ്ങിയ പോരാട്ടത്തിൽ അൻവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും UDFുമായുള്ള സഹകരണമാണ്. മുസ്ലിം ലീഗ് വഴി പലതവണ ശ്രമം നടത്തിയെങ്കിലും VD സതീശൻ മുടക്കി. അൻവർ VD സതീശനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു, സതീശനിസത്തിനെതിരെ. ഇപ്പോൾ കളത്തിൽ 4 പേരുണ്ട്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, M സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, PV അൻവർ. പ്രചാരണവും ആരോപണ പ്രത്യാരോപണങ്ങളും കൊഴുക്കുന്നുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതുൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി PV അൻവർ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ പുതിയ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയ വഴിക്കടവ് വെള്ളക്കെട്ടയിലെ അനന്തു അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചപ്പോൾ നിലമ്പൂർ ജനത തങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കണ്ടു തുറന്നു. രൂക്ഷമായ വന്യമൃഗശല്യം നിലമ്പൂരിന്റെ പേരിനൊപ്പം എന്നും ഉയർന്നു കേൾക്കുന്നതാണ്. പരിഹാരമുണ്ടായിട്ടില്ല. അനധികൃത പന്നിക്കണികളെക്കുറിച്ച് പ്രദേശവാസികൾ KSEBയിൽ പരാതി പറഞ്ഞിരുന്നു. ഒരന്വേഷണം പോലും ഉണ്ടായില്ല. കാടിറങ്ങുന്ന വന്യജീവികളാലും അവയെ പിടിച്ചുവിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാലും നിലമ്പൂരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ഉറക്കം കെട്ടു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതോടെ കാരണക്കാർ ആരെന്നു ചൊല്ലി നിലമ്പൂരിലും തർക്കമുടലെടുത്തു. UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDFും KSEB ഓഫീസിലേക്ക് UDFും സമരം നടത്തി. തിരഞ്ഞെടുപ്പായതിനാൽ അനന്തുവിന്റെ മരണം രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന പ്രതീതി ഇവിടെ രൂപപ്പെട്ടു. തിരഞ്ഞെടുപ്പായതിനാലല്ലേ അനന്തുവിന്റെ വീട് തേടി നേതാക്കൾ വരുന്നതെന്ന് ജനങ്ങൾ ചോദിച്ചും തുടങ്ങി. ഈ ചർച്ചകൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കരുതിയാകാം മുസ്ലിം സംഘടനകളെ കൂടെ നിർത്താൻ CPMും കോൺഗ്രസും ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും PDP ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്രവാദ സംഘടനയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഇരു മുന്നണികളും ഒളിച്ചോടുകയാണെന്ന വിമർശനവുമായി BJP രംഗത്തു വന്നു. മത്സരം ഏകപക്ഷീയമാവില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിലപാടും സ്വാമി അയ്യപ്പൻ മാളികപ്പുറത്തെ വിവാഹം കഴിച്ചെന്ന M സ്വരാജിന്റെ പഴയ പ്രസംഗവും കോൺഗ്രസിൽ നിന്നും CPMിൽ നിന്നും വോട്ടുകൾ BJPയിലേക്ക് മറിയാൻ ഇടയുണ്ട് എന്ന വിലയിരുത്തലിലെത്തി. അതിനാലാവാം ചെറിയ വോട്ട് ബാങ്കുകളാണെങ്കിലും ആരെയും കൂടെ നിർത്താൻ മുന്നണികൾ ശ്രമിക്കുന്നത്. നാടിന്റെ മതേതരത്വത്തിന് ഭീഷണിയാണെന്ന ആരോപണം നേരിടുന്ന ജമാഅത്തെ ഇസ്ലാമിയെ UDFും PDPയെ LDFും സ്വയം വരിക്കാൻ തയ്യാറാകുന്നു എന്ന നിലയിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ സേഫ് സോണുകൾ തേടിപ്പോകുന്ന ഇടത് വലത് മുന്നണികൾക്ക് നിലമ്പൂർ ജനത കരുതി വച്ചിരിക്കുന്നത് എന്തെന്നറിയാൻ കാത്തിരിക്കാം. ക്യാമറമാൻ PR മനൂപിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, നിലമ്പൂർ.